പ്രാണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇനി അടുത്ത വരിയും കൂടി നോക്കാം. മൂർധനി ആദായ പ്രാണം. അടുത്ത വരി എന്താണ്? മൂർധന്യാദായ പ്രാണം. ഓ, നിങ്ങൾ കൂടെ വന്നില്ല. യോഗധാരണ. ആ ശ്ലോകം കഴിഞ്ഞു. അടുത്തത് ഓമിത്യേകാക്ഷരം ബ്രഹ്മ. അപ്പൊ ഈ പ്രാണനെ മൂർധാവിലേക്ക് എത്തിക്കാൻ എളുപ്പ വഴി എന്താ? ഓം നീട്ടി ചൊല്ലി ചൊല്ലി ശരിക്കല്ലേ. ഓം ഡെയിലി ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ. ആരാണോ ഡെയിലി അനുസ്മരിക്കുന്നത്? യപ്രയാതി സസദ്ഭാവം യപ്രയാതി ദേഹം സയാതി പരമാം ഗതിയും. അവരുടെ ഗതി പരമമായ ഗതിയായിരിക്കും. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നല്ല ഗതി കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഗതി എന്തായി മാറും? അധോഗതിയായി മാറും. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ കുറെ ആളുകളുണ്ടല്ലോ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ വെച്ച്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ഗീതയൊക്കെ ഒന്ന് സമൂഹത്തിൽ പഠിപ്പിച്ചാൽ തീവ്രവാദം എന്ന് പറഞ്ഞ സാധനേ ഉണ്ടാവില്ല. തീവ്രവാദം എന്നുള്ളൊരു സംഭവം ലോകത്തിൽ, ഈ രാഷ്ട്രീയം ഒക്കെ അങ്ങോട്ട് മാറും. ഗീതയില് 16-ാം അധ്യായത്തിലേക്ക് കൂടെ വരിക. നമ്മള് 16-ാം അധ്യായം, എന്നിട്ട് വീണ്ടും 8-ലേക്ക് ഒന്നുകൂടി വരണം, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 16-ൽ ഭഗവാൻ 18-ാം ശ്ലോകത്തിൽ പറയുന്നത്, 16-ൽ 18, അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശിത മാമാത്മപരദേഹേഷു പ്രദ്യുഷ്യന്തോപ്യസൂയക. കണ്ടോ? അതായത് ഒരാള് വളരെ അഹങ്കാരത്തോടെ, അതായത് എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാമെന്നുള്ള ഒരു സർവജ്ഞനായിട്ട് മറ്റുള്ളവർക്ക് പോലും ഒരു ധാർഷ്ട്യമൊക്കെ വെച്ച് ജീവിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, മറ്റുള്ളവരെ വേദനിപ്പിച്ച്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം നയിക്കുക. അതായത് മറ്റൊരാളെ ഉയർത്തുന്നതിന് പകരം അവരെ വിഷമിപ്പിച്ചും വേദനിപ്പിച്ചും താഴ്ത്തിയും ബുദ്ധിമുട്ടിച്ചും കഷ്ടപ്പെടുത്തിയും വേദന കൊടുത്തും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ ഏത് മതത്തിന്റെ പേരിൽ ജീവിച്ചാൽ പോലും അവരുടെ ഗതി സ്വർഗത്തിലേക്കല്ല. പാവം, അവരറിയുന്നില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും വേദനിപ്പിച്ചും ജീവിക്കുന്നവരുടെ ഗതി അവസാനം 20-ാം ശ്ലോകത്തിൽ വായിച്ചു നോക്കൂ. ഭഗവാൻ എന്താ പറയുന്നത്? താനഹം ദിശതക്രൂരാൻ, അല്ലല്ലോ, ആസുരീയോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രായൈവ കൗന്തേയ. ഒൻപത് 4 97 033 999 ഈ നമ്പറിൽ വിളിച്ച്. ഇതാരാണ് തീരുമാനിക്കുന്നത്? ഇപ്പോഴും ഈ റിലീജിയസ് തോട്ട്സിനും സയൻസിനും ഉത്തരം തരാൻ പറ്റില്ല. ചിലവര് നല്ല സംസ്കാരമുള്ളിടത്ത് ജനിക്കുന്നു, സൗന്ദര്യത്തോടെ ജനിക്കുന്നു. ചിലര് വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, സൗന്ദര്യമില്ലാതെ ജനിക്കുന്നവര് വളരെ കഷ്ടപ്പാടുകളുള്ള ജീവിതം. എന്താ ഇങ്ങനെയൊക്കെ ജന്മം ആരാ കൊടുക്കുന്നത്? പാവം, ഇതര മതങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നൊക്കെ ദൈവത്തിന്റെ കൽപ്പന. കാരണം ദൈവമാണല്ലോ സൃഷ്ടിച്ചത്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി നിങ്ങളാരും ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവത്തിന് തോന്നിയതൊക്കെ ചെയ്യുന്നതാണ്. ഇത് പണ്ടൊരാൾ ഇന്റർവ്യൂവിന് പോയി, ഈ കപ്പലിൽ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഭയങ്കര കാറ്റടിച്ചു, കപ്പല് മൂവ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഭയങ്കര കൊടുങ്കാറ്റടിച്ചു, ടൊർണാഡോ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇയാൾ പറഞ്ഞു, നങ്കൂരിടുന്നു. നങ്കൂരിടുന്ന പറഞ്ഞാൽ കപ്പലിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് നങ്കൂര് അങ്ങനെയൊന്നും ഇടാൻ പറ്റുന്ന സാധനമല്ല. പിന്നെ ചോദിച്ചു, ചുഴലിക്കാറ്റൊക്കെ അടിക്കുകയാണെങ്കിലോ? നങ്കൂരിടുന്നു പറഞ്ഞു. കപ്പലിൽ തീപിടുത്തുണ്ടായില്ല, നങ്കൂരിടുന്നു. ഇയാൾ എന്ത് ചോദ്യത്തിനും ഇതിന്റെ ആങ്കർ നങ്കൂരിടുന്നു പറഞ്ഞു. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് കലി വന്നത്, നിങ്ങൾക്ക് തോന്നുമ്പോഴാണുള്ളതാണോ നങ്കൂരെന്ന്? അപ്പൊ ഇയാൾ തിരിച്ചു ചോദിക്കുക, നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ വീശാനുള്ളതാണോ കാറ്റ് എന്ന്? അപ്പൊ നിങ്ങളുടെ തോന്നിയ സമയത്തൊക്കെ നിങ്ങൾക്ക് കാറ്റ് വീശാൻ തീപിടുത്തുണ്ടാക്കാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇതുപോലെ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ദൈവത്തിന് തോന്നിയതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അത്ര തോന്നിവാസിയാണ്. പിന്നെ കാരണം ദൈവത്തിന് പക്ഷപാത സ്വഭാവങ്ങളായി ഉണ്ടോ?
ചിലരെ സമ്പന്നനാക്കണോ, ചിലരെ പാവപ്പെട്ടവനാക്കണോ പറഞ്ഞാൽ ആ ദൈവം ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും കരുണയുള്ളവനാണോ? യോജിക്കില്ല. അപ്പൊ പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിലൊന്നും പാവം ദൈവത്തിനെ കൂട്ടിച്ചേർക്കരുത്. ഇതിനെല്ലാം ഉത്തരവാദി മനസ്സാണ്. ജനിക്കുന്നത് മനസ്സാണ്, ജന്മം തരുന്നത്. ആ മനസ്സിൽ വേണ്ടാത്ത നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചിന്തകൾക്കനുസരിച്ചുള്ള ജന്മങ്ങളിലേക്ക്. ഇനി ഒരിക്കൽ കൂടി 8-ാം അധ്യായത്തിലേക്ക് പോകാം. എവിടെയാണ് നമ്മൾ ജനിക്കുക എന്നെങ്ങനെ അറിയാം? നമ്മുടെ ജന്മം, അടുത്ത ജന്മങ്ങളൊക്കെ എങ്ങനെ ആവണമെന്ന് എപ്പോൾ തീരുമാനിക്കണം? ഈ ഒരു യാത്രയാണ്. ഇതൊരു യാത്രയാണ്. തീർച്ചയായിട്ടും ഇതൊരു യാത്രയാണ്. ആണോ? നിങ്ങൾക്ക് ജന്മം വേണ്ട പറഞ്ഞാലും ജന്മം വേണമെന്ന് പറഞ്ഞാലും യു ആർ എൻ ഒരു കോഴ്സ് ഓഫ് ജേണിയാണ്, അല്ലേ? ഇതൊരു കണ്ടിന്യൂസ് ഫ്ലോ ആണ്. ഇതിപ്പോ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല. അപ്പൊ പിന്നെ നല്ല ജന്മങ്ങളിലേക്ക് പോവാൻ എന്താ വഴി? 8-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം എടുക്കുക. 8-6 ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വയ്ക്കണേ. നമുക്ക് നല്ലൊരു ഗതി കിട്ടാൻ എന്താ വഴി? അവിടെ കൃഷ്ണൻ പറയുന്നു, യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തം അവൈതി കൗന്തേയ സദാ സദ്ഭാവഭാവിത്. ഇതാണ് ശ്ലോകം. യം യം യാതൊന്ന് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുന്നുണ്ടോ? യം യം സ്മരൻ ഭാവം. എന്താണോ നിങ്ങൾ ദിവസവും സ്മരിച്ചുകൊണ്ട് എങ്ങനെയുള്ള ഒരു മനസ്സിനെയാണോ നിങ്ങൾ വാർത്തെടുക്കുന്നത്? മനസ്സിലായില്ല? എങ്ങനെയുള്ളൊരു മനസ്സിനെയാണോ ദിവസവും നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? തം തം അവൈതി. അതിനനുസരിച്ചുള്ള ജന്മങ്ങളിലേക്ക് അത് പോകും. അപ്പൊ മനസ്സിനെ നമ്മൾ ഉയർത്തി കൊണ്ടുവരുന്നൊരു സംസ്കാരമാണ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ കൂടെ വന്നില്ല നിങ്ങൾ. മനസ്സിനെ താഴ്ത്തി ദുർബലമാക്കി അതിനെ വേദനകളും വിഷമങ്ങളും അഹങ്കാരവും ധാർഷ്ട്യവും വെച്ചു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ജന്മങ്ങളിലേക്ക് അത് പോകും. മനസ്സിലാവുണ്ടല്ലോ? ഇത് തീരുമാനിക്കുന്ന ആരാണ്? ഇതാരാ തീരുമാനിക്കും? മനുഷ്യന്റെ ഏതൊരു ചിന്തകളാണോ ഭാവങ്ങളാണോ നമ്മൾ യം യം വാവിസ്മരൻ ഭാവം, അങ്ങനെ ആരാണോ ത്യജത്തന്തേ കളേപരം, അങ്ങനെ ശരീരം ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കുന്നത് തം തം അവൈതി കൗശങ്ങൾ. 76ഉം 77ഉം ശ്ലോകം. ഇത്രയും ലളിതമായി ഇതൊക്കെ പറഞ്ഞു തരാൻ നമ്മുടെ പൂർവികർക്കേ പറ്റിയിട്ടുള്ളൂ. 76ഉം 77, 4-ാം സ്കന്ധം, 29-ാം അധ്യായം. യഥാകേകം നാപയത്യാവ്യാദിശ്. കണ്ടോ? ഒരു തൃണജളൂകം, അതായത് പുല്ലിൽ നടക്കുന്ന പുഴുവായിട്ടാണ് മനസ്സിനെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം കപ്പാസിറ്റി തീർന്നു കഴിഞ്ഞാൽ, ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ ഈ മനസ്സെന്ത് ചെയ്യും? ഒരു ഇല മുഴുവൻ കാർന്ന് തിന്നു കഴിഞ്ഞാൽ പുഴുന്തിയും കണ്ടിട്ടില്ലേ നിങ്ങൾ ഒരിലയിൽ നിന്നും? അതേപോലെ ഈ മനസ്സ് ഒരു ശരീരത്തിന് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല ഒക്കെ കേടുവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ശരീരത്തിലേക്ക് മാറും. അപ്പം ആരാ മാറുന്നത്? ഇതിൽ യാതൊരു പങ്കുമില്ല. അടുത്ത വരി ഒന്നുകൂടി പറയാണ്, യാവതന്യം നവിന്ദേല വ്യവധാനേന കർമ്മണം. അടുത്ത വരി അണ്ടർലൈൻ ചെയ്തോണം, മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനം. ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കണേ. മന ഏവ മനുഷ്യേന്ദ്ര ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? മന ഏവ മനുഷ്യേന്ദ്ര എന്നുള്ള ഇവിടെ അഭിസംബോധനയാണ്. മനയേവ, ഇത്രയും പഠിച്ചാൽ മതി. മനയേവ ഭൂതാവനം, ഭൂതങ്ങളുടെ ഭവം,
ഭാവന, ഒരു ഭവനങ്ങൾ അല്ലെങ്കിൽ ഭാവനം എന്ന് പറയുമ്പം ഭാവനം ചെയ്തിട്ടുള്ള ഭവനങ്ങളൊക്കെ, വീടുകളൊക്കെ, അതായത് ശരീരങ്ങളൊക്കെ മനയേവ മനുഷ്യൻ, മനസ്സ് തന്നെയാണ് രൂപപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഈ ശരീരം നേടിത്തന്നത് ആരാണ്? നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് ആരും നിങ്ങൾ ഓർഡർ ചെയ്ത സാധനമല്ലേ കടയിൽ കിട്ടുള്ളൂ. പരിപ്പുവട പറഞ്ഞു, പരിപ്പുവട വന്നു, അയാൾ ഇന്നലത്തെ പരിപ്പടയെ കൊണ്ടുവച്ചത്. ഇനിയിപ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നിവൃത്തിയില്ല, അപ്പം അനുഭവിക്കുക. ഹോട്ടലിലെ പരിപ്പുവട ഒരുപക്ഷെ നമുക്ക് കഴിക്കാതിരിക്കാം, പക്ഷെ ഈ ശരീരം അതുകൊണ്ട് ഇനിയും മുന്നോട്ടുള്ള എവല്യൂഷൻ, പരിണാമം, മുന്നോട്ടുള്ള പ്രയാണം, അത് കൂടുതൽ കൂടുതൽ മനസ്സിന് ശക്തിയും മനസ്സിന് തൃപ്തിയും ഉണ്ടാവണമെങ്കിൽ അതെവിടെ ഉണ്ടാവണം? ഇവിടെ അടുത്ത ജന്മങ്ങളിലും ഉണ്ടാവണം. കാരണം ഇതൊരു കണ്ടിന്യൂമാണ്, തുടർച്ചയാണ്. ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത ജന്മമില്ല. അപ്പൊ നേരെയാക്കേണ്ടത് മരിക്കുമ്പോഴല്ല, എപ്പൊ നേരെയാക്കണം? ജീവിതത്തിൽ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ക്ലിയർ ആണോ ഇത്രയും പറയുന്നത്? അവനവന്റെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? അവനവന് തന്നെയാണെന്നുള്ള നല്ല ബോധം വേണം. എന്നെ വളരെ ചെയ്തിട്ടുള്ളൊരു ശ്ലോകം ഗീതയിലെ 6-ാം അധ്യായത്തിൽ കൃഷ്ണൻ തരുന്ന ഹോപ്പാണ്. അതായത് ഭഗവാൻ പറയുന്നു, നിങ്ങൾ ഗീതയും അല്ലെങ്കിൽ ഭാഗവതമൊക്കെ ഇങ്ങനെ വായിച്ചും സാധന ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെ നിങ്ങൾ ഏതൊക്കെ അനുഷ്ഠാനങ്ങളോ എന്താവട്ടെ, അതിൻ്റെ ഇടയിൽ ഫ്യൂസ് ഊരിപ്പോയാലും കാറ്റ് പോയാലും മരിച്ചുപോയാലും ഭയപ്പെടേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങളിതൊക്കെ അനുഷ്ഠിച്ച് മരിക്കുന്ന സമയത്ത് പേടിക്കണ്ട. ആരും നിങ്ങൾക്ക് പിണ്ടകർമ്മം ചെയ്തില്ലെങ്കിലും പേടിക്കണ്ട. ഇനിയിപ്പോ അയ്യോ അവരൊന്നും പിണ്ടകർമ്മം ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആത്മാവിന് ഗതി കിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇപ്പൊ ജ്യോത്സ്യന്മാര് പേടിപ്പിച്ചു കളയും മക്കളെയൊക്കെ. നോക്കൂ, നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലല്ലോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണേ. അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ ഒരു വഴിക്ക് നിങ്ങളെ വിടില്ല. നിങ്ങളെല്ലാം നിങ്ങളുടെ മക്കളെ വിടില്ല. മക്കളോട് പറയും, ആ അച്ഛന്റെ പ്രേതം അലഞ്ഞു തിരിഞ്ഞ് നടക്കണോടത്തോളം കാലം ഇവിടെ ഒരു പുരോഗതി ഉണ്ടാവില്ല. അതുവരെ ഫോട്ടോ വെച്ച് പൂജിച്ചവരിതൊക്കെ കൂടി എടുത്തിട്ട് അടങ്ങിപ്പോട്ടെ എന്നുകൊണ്ട് കൊണ്ട് എവിടെയും കളയും. കാരണം മനുഷ്യൻ ചത്താലും ഗതി തരില്ലല്ലോ ഞങ്ങൾക്ക്. മനസ്സിലായില്ല? ഇന്നാണെങ്കിൽ മക്കൾക്കൊന്നും സമയമില്ല. എവിടെങ്കിലും കാശിയിൽ പോയിട്ട് പണ്ഡിറ്റിനോട് ചോദിക്കുകയാണ്, ഇത് മൊത്തം ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുമോ? കാരണം അവര് കൊല്ലം ഒന്നും ഞങ്ങൾക്ക് വിളിച്ചു വരുത്തിയിരുന്നും ഈ പിണ്ടം കൊടുക്കാനൊന്നും പറ്റില്ല, ഒറ്റയടിക്ക് തീർത്തേക്കണമെന്ന്. മനസ്സിലായില്ലേ? ആ കാലഘട്ടത്തിലപ്പോ നമ്മൾ ജീവിക്കുന്നത് ആണോ? അതുകൊണ്ട് മക്കളുടെ പിണ്ടം കിട്ടിയിട്ട് ആത്മാവിന് ശാന്തി വരുത്താൻ പോകരുത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ഗതി ആരും തരണ്ട. അപ്പൊ അവിടെ ഗീതയിൽ 38-ാം ശ്ലോകമൊക്കെ ഒന്ന് വായിക്കുക. അവിടെ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, അയതീ ശ്രദ്ധയോപേത യോഗാചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. കണ്ടു നിങ്ങൾ? ഗീതയിലെ 6-ാം അധ്യായത്തിലെ ശ്ലോകമാണ് ഞാൻ ചൊല്ലുന്നത്. 37 ഞാൻ പറഞ്ഞില്ലേ, ശ്ലോകം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോകും. അയതീ ശ്രദ്ധയോപേത, ആരാണോ ശ്രദ്ധയോടെ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ കൃത്യതയോടെ ചെയ്യുന്നത്, അതിൽ ശ്രദ്ധ വിട്ടുപോകരുത്. ശ്ലോകത്തിന്റെ നമ്പർ തെറ്റിയാലും കുഴപ്പമില്ല. ഈ ചെയ്യുന്ന അനുഷ്ഠാനത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ചയുണ്ടാവരുത്. അങ്ങനെ ആരാണോ കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിക്കുന്നത്, അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, ഇടയ്ക്ക് വെച്ച് ആള് പോയി, പെട്ടെന്ന് പോവേണ്ടി വന്നു. കാ ഗതി കൃഷ്ണ ഗച്ഛതി, അയാളുടെ ഗതി എന്തായിരിക്കും കൃഷ്ണ? യോഗാചലിത മാനസ, അയാൾ വിട്ടുപോയി. ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട അർജുന, ഒട്ടും പേടിക്കണ്ട, 100% ഗ്യാരണ്ടി തരികയാണ്. മോഡിക്കാ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ നടക്കുന്നില്ലേ മോഡി സാറ്? ഇത് ഭഗവാൻ അന്ന് ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. ഇത് കൃഷ്ണന്റെ ഗ്യാരണ്ടിയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഗ്യാരണ്ടി കൊടുത്ത ആള് ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. ദേ എന്റെ ഗ്യാരണ്ടിയാണ്. എന്ത്? 40-ാം ശ്ലോകം പറയുന്നു, നഹി കല്യാണകൃത്. കണ്ടു ശ്ലോകം? പാർത്ഥനൈവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ. വിനാശത്തസ്യ അസ്യ, അയാൾക്ക് വിനാശം, നാശമില്ലേ അവർക്ക്. കല്യാണകൃത് ദുർഗതിം ന ഗച്ഛതി. നഹി കല്യാണകൃത് ദുർഗതിം താത ഗച്ഛതി എന്നാണ് ശ്ലോകം. കല്യാണകൃത്, അവനവന് കല്യാണം കഴിച്ചവർക്ക് ദുർഗതി ഇല്ല എന്നല്ല പറയണത്. കല്യാണം എന്ന് പറഞ്ഞാൽ സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്ന കല്യാണം അല്ലത്. ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ അവനവന് മംഗളമുണ്ടാകുന്ന, ശ്രേഷ്ഠതയുണ്ടാവുന്ന, ശ്രേയസ് ഉണ്ടാവുന്ന
പരിശീലനം നിരന്തരം ചെയ്യുന്ന ആളുകൾക്ക് ദുർഗതിം എന്തില്ല, ദുർഗതിയില്ല. കൃഷ്ണന്റെ ഗ്യാരണ്ടിയാണത്. അപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യണ്ടേ? നട്ടെല്ലാം കൊണ്ടുവരണ്ടേ? എവിടെ കൊണ്ടുവരണം? നട്ടെല്ലൊക്കെ നിവർന്നിരുന്ന് ഓങ്കാരൊക്കെ ചൊല്ലി മനസ്സിനെയൊക്കെ ഒന്ന് ഉഷാറാക്കി ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമ്മളങ്ങനെ പോയാൽ ദുർഗതിയും നഗച്ഛതി. ഇത്രയും ഗ്യാരണ്ടി കൃഷ്ണൻ തന്നിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. പിന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്, ശുചീനാം ശ്രീമതാംഗേ ഹേ യോഗം പൃഷ്ടോപിജായതേതവാ യോഗിനാമേമക്കുലേ ഭവതി. ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്പിരിച്വലി കുറച്ചുകൂടി വളരാൻ പറ്റുന്ന ഒരു എൻവയറമെന്റ് ഉള്ള ഒരു കുടുംബത്തിലായിരിക്കും നമ്മൾ വന്ന് വീഴുന്നത്. അത്രയും ഗ്യാരണ്ടി തരികയാണ്. ഇപ്പൊ ചെറുപ്പത്തിലെ നമുക്ക് അങ്ങനെ ഒരു ഓറിയന്റേഷൻ, ചെറുപ്പത്തിലെ അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എൻവയറമെന്റിലായിരിക്കും അത്തരം ആത്മാക്കൾ വന്ന് ചേരുന്നത്. ഇതാരാ തീരുമാനിക്കുന്നത്? ആകാശത്തിന്റെ അനന്ത സീമകൾക്കപ്പുറത്തിരുന്ന് ബൈനോക്കുലറും വെച്ച് നോക്കുന്ന ഒരു ദൈവമൊന്നും നമുക്കില്ല. അങ്ങനെ അപ്പുറത്തിരുന്ന് സ്വർഗത്തിലിരുന്ന് നോക്കാൻ ഒരു ദൈവമില്ല നമുക്ക്. ഇതാരാ തീരുമാനിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. അപ്പൊ മനസ്സാണ് മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനാം ഭവഭാവനം. അത് വരിക്ക് മറക്കരുത്. ഇപ്പൊ ചൊല്ലിയതുള്ളൂ 4-ാം സ്കന്ധത്തിലെ ഭാഗവതത്തിലെ വരി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് ചൊല്ലാൻ പറ്റുന്നത് മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനാം ഭവഭാവനം. പറയൂ, ഇത് മറക്കരുത്. മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനാം ഭവഭാവനം. ഒന്ന് പറയൂ. എന്റെ മനസ്സ് തന്നെയാണ് എനിക്ക് വീണ്ടും ജന്മങ്ങൾ ഉണ്ടാക്കിത്തരുന്നത്. അതുകൊണ്ട് ഞാൻ ഉണർത്തേണ്ടതും ഉയർത്തേണ്ടതും എന്റെ മനസ്സിനെയാണ്. ക്ലിയർ ആണോ ഈ പറയുന്നതൊക്കെ? മനസ്സിലാവുണ്ടോ ഈ പറയുന്നത്? എത്ര ഒരു ശാസ്ത്രീയ സത്യമാണ് കൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 4 ലക്ഷം രൂപ ഞാൻ ലാഭിച്ചു തന്നു. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു പൈസയും കൊണ്ട് കൊടുക്കണ്ട, സ്വസ്ഥമായിട്ട് സ്വൈരമായിട്ടിരുന്ന് നല്ലവണ്ണം ജീവിക്കുക, നല്ല രീതിയിൽ ആരുടെയോ ഒരു ഔദാര്യം ഇല്ലാതെ ഇവിടെ നിന്ന് മരിച്ചു പോവുക. അല്ലേ? വേണോ വേണ്ടയോ? ആ മരണത്തിന്റെ പ്രക്രിയ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇതുപോലെയൊന്നും ഒരു കിതാബിലും ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല. മനസ്സിലാവണ്ടല്ലോ? ഇതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ജീവിതം ധന്യമാക്കാം. അപ്പൊ അതുകൊണ്ട് ആ 31-ാം അധ്യായം പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ പൊതുവെ നമ്മളെ ഹിന്ദു സമൂഹത്തിനെ ഉണ്ടല്ലോ, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളിൽ പലർക്കും എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എടുത്തു പറയാൻ കാരണം ചില വീഡിയോസൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ആരോ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഒരു മിനിസ്റ്റർ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറിന്റെ ഒരു വീഡിയോ ആണ്. ഇതൊക്കെ ഒരു ബ്രാഹ്മണ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഹിന്ദുമതത്തെ അങ്ങനെ എപ്പോഴും ജാതീയതയുടെ പേരിൽ ഉണ്ടോ ഒരു വർണ്ണ തലത്തിൽ മാത്രം കണ്ടുകൊണ്ട് ഇതിനെ അധിക്ഷേപിക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ടോ? പറയൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഋഷിവര്യന്മാര് ശരിക്കും എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? അതിഗംഭീരമായി കപില ഭഗവാൻ 3-ാം സ്കന്ധത്തില് 29-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ചില വരികൾ മനസ്സിലാക്കിയാൽ ഇതൊക്കെ എന്നാ എഴുതി വെച്ചിരിക്കുന്നത്? എന്നെഴുതി വെച്ചിരിക്കുകയാണ്? 5000 വർഷം മുമ്പ്. ഇത് ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതൊക്കെ ആരോടെങ്കിലും പറയണം നമ്മൾ. കാരണം കുറെ കഴുതകളുണ്ട് ഇത് മനസ്സിലാക്കാതെ ഹിന്ദുമതത്തെ അനാവശ്യമായിട്ട് ഇങ്ങനെ വിമർശിക്കുന്ന ആളുകൾ. അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ മറുപടി പറയണം. ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാലേ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് 30-ാമത്തെ സ്കന്ധം ഞാൻ പറഞ്ഞതിപ്പം 3-ാം സ്കന്ധം 29-ാമത് അധ്യായം 29-ാം അധ്യായം 29-ാമത് അധ്യായം അവിടെ ശ്ലോകം നമ്പർ 32, 31, 32, 33 ശ്ലോകങ്ങൾ. അതൊന്ന് ശ്രദ്ധ വെച്ചാൽ നല്ലതാണ്. കണ്ടു? എല്ലാവരും പുസ്തകം എടുത്തോ? കണ്ടു? അതോ വർണ്ണാശ്ച ചത്വര വളരെ മനസ്സിലാവും നമുക്ക്.
വർണ്ണം ചത്വാര. ചത്വാരം എന്ന് പറഞ്ഞാൽ 4 ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാര് 4. അതില് പൊതുവേ ഉള്ള ജനങ്ങളുടെ ഒരറിവ് ബ്രാഹ്മണ ഉത്തമ. ആരാണ്? ബ്രാഹ്മണര് ഉത്തരമാണ്. എന്നാൽ അവിടം കൊണ്ടല്ല നിങ്ങൾ തീർക്കേണ്ടത്. അടുത്തത് പറയാണ് ബ്രാഹ്മണേഷു അഭി. ബ്രാഹ്മണരിലും സർവശ്രേഷ്ഠരാരാണ്? അടുത്ത വരി പറയാണ് വേദജ്ഞ. ആരാണ്? ഇപ്പൊ കേവലം ഒരു ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠൻ വേദജ്ഞനാണ്. എന്ന് വെച്ചാൽ വേദം അറിയുന്നവനാണ്. വേദത്തെ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. ഇനി അറിയുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് ഹി അർത്ഥജ്ഞോ അഭ്യധിക ശ്രേഷ്ഠ. വേദത്തിന്റെ അർത്ഥമറിയുന്നവൻ അതിനേക്കാൾ ശ്രേഷ്ഠനാണ്. ഇനി ഒരു പടിയും കൂടെ കടന്നിട്ട് പറയണം അർത്ഥജ്ഞാൽ സംശയശ്ചേത്ത. അർത്ഥമറിയുന്നവരെക്കാൾ ശ്രേഷ്ഠമാണ് ഇതിന്റെ ഈ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി അറിയുന്ന, അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ശാസ്ത്രീയമായിട്ടല്ല, അത് വെറുതെ ഉത്തരം പറയല്ല, ശാസ്ത്രീയമായി ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവര്. അപ്പൊ നോക്കൂ, ഇപ്പൊ ബ്രാഹ്മണനേക്കാൾ മുകളിൽ ആരായി? വേദജ്ഞനായി. വേദജ്ഞനേക്കാൾ മുകളിൽ അർത്ഥജ്ഞനായി. അർത്ഥജ്ഞനേക്കാൾ മുകളിൽ സംശയം ഇല്ലാതാക്കുന്നവനായി. അവരെക്കാൾ ശ്രേഷ്ഠമാണ് അർത്ഥജ്ഞാൽ സംശയിച്ചത. അതിനേക്കാൾ ശ്രേഷ്ഠനാണ് ശ്രേയാൻ സ്വകർമ്മകൃത്. സ്വകർമ്മങ്ങളെ ആരാണോ, സ്വന്തം പ്രവൃത്തികളെ അതിനെ ശ്രേയസ്കരമാക്കി മാറ്റുന്നു വെച്ചാൽ അവനവന്റെ മനസ്സിനെ ശ്രേയസ്കരം, പ്രേയസ്സിന് വേണ്ടിയിട്ടല്ല, തന്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ജീവിതത്തെ കൃത്യനിഷ്ഠയോടെ കൊണ്ടു നടക്കുന്നവൻ, അവൻ എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ്. ഇനി പറയൂ, ഏത് ജാതീയതയാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്? ഏത് ജാതീയതയാണ്? അപ്പൊ ആരാണോ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠത കൊണ്ടു നടക്കുന്നത്, അവരവരുടെ കർമ്മങ്ങളെ അവരവരുടെ അഭ്യുന്നതിക്ക് വേണ്ടി ശ്രേയസ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസവും പരിശീലിച്ചെടുക്കുന്നത്, അവരാണ് ഏറ്റവും സർവശ്രേഷ്ഠ. അപ്പൊ നമുക്കെപ്പോഴും ഉറപ്പ് വേണം, നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞത് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാര്, നമ്മൾ തന്നെയാണ് ശ്രേഷ്ഠന്മാര്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആരാണ്? ശ്രേഷ്ഠന്മാരാണ്. എപ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠരാവുക? നമ്മൾ കൃത്യമായി അനുഷ്ഠാനങ്ങൾ അത് കൊണ്ടു നടക്കാത്തതുകൊണ്ടാണ് നമുക്ക് ശ്രേഷ്ഠരാണെന്ന് തോന്നാത്തത്. അപ്പോഴാണ് നമ്മൾ ദുർബലരാണെന്ന് തോന്നുന്നത്. അപ്പോഴാണ് നമുക്കെല്ലാം നമ്മൾ പുറകിലാണെന്ന് തോന്നുന്നത്. അത് നമ്മളുണ്ടാക്കി വെച്ച പ്രശ്നമാണ്. അപ്പൊ ഇവിടെ ജാതീയതയല്ല പറയുന്നത്, ആണോ? ഇവിടെ പറയുന്നത് മാനസികമായ ഉയർച്ച ആരിലുണ്ടോ അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത്. ഇത് 5000 വർഷം മുമ്പ് അവതരിപ്പിച്ച ഒരു സംസ്കാരമാണ് നമ്മുടെ. പിന്നെയാണോ ഇവറ്റകളൊക്കെ ഈ വിമർശിക്കുന്നത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിവരദോഷികളാണ് അവരൊക്കെ. ഇനി നിങ്ങൾക്ക് ഒരു പ്രൂഫിന് വേണ്ടി പറയാണ്, 11ാം സ്കന്ധം ഉദ്ധവരോട് കൃഷ്ണൻ ഉപദേശം കൊടുക്കുന്ന സമയത്ത് അവിടെ 19ാമത് അധ്യായം, 11ാം സ്കന്ധം കൃത്യം പലരും എഴുതി വെക്കുന്നുണ്ട്, ഞാനത് പറയുന്നത് തെറ്റാൻ പാടില്ല. 11ാം സ്കന്ധം 19ാം അധ്യായം 35ാമത് ശ്ലോകമാണ് തോന്നുന്നത്. സോറി 11ാം സ്കന്ധം 16ാം അധ്യായം 35ാം ശ്ലോകം. 16, 19 അല്ല 16. അവിടെ തുടങ്ങുന്നതിനെ ബ്രഹ്മണ്യാനാം ബലിരഹം എന്നാണ്. ബ്രഹ്മണ്യാനാം ബലിരഹം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രാഹ്മണരിൽ ഞാൻ വലിയ ശ്രേഷ്ഠ, ബ്രാഹ്മണ ശ്രേഷ്ഠരിൽ എമംഗ് ദ ബ്രാഹ്മണാസ് ഐ ആം ബലി എന്നാണ്. അപ്പൊ ബ്രാഹ്മണരിൽ വെച്ച് ഞാൻ മഹാബലിയാകുന്നു എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ ബ്രാഹ്മണനായിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ ബ്രാഹ്മണരിൽ പെടുത്തിയിരിക്കുന്ന ആരെയാണ്? മഹാബലിയാണ്. എന്തുകൊണ്ട്? ഒരു കൃത്യനിഷ്ഠയോടെ തന്റെ ജീവിതം ശ്രേയസ്കരമാക്കി മാറ്റിയ മഹാബലിയെ ഭഗവാൻ ആരുടെ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്? അപ്പൊ നോക്കൂ, ഇവിടെ ഏത് ജാതീയതയെക്കുറിച്ചാണ് പറയുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃത്യനിഷ്ഠ അനുഷ്ഠിച്ച് മനസ്സിനെ ശ്രേയസ്കരമാക്കുന്നവരൊക്കെ ഭഗവാന്റെ ലിസ്റ്റ് പ്രകാരം ആരായി തീരും?
ബ്രാഹ്മണരായിത്തീരും. ആലോചിച്ച് നോക്കൂ, സർവരെയും ബ്രാഹ്മണരാക്കി മാറ്റുന്ന ഒരു സംസ്കാരത്തെ എങ്ങനെ ഒരു ജാതീയതയുടെ പേരിൽ അപമാനിക്കാൻ പറ്റും? പിന്നെ ഒരു സിസ്റ്റം, കാലഘട്ടം കൊണ്ടുണ്ടായ ജാതീയ സിസ്റ്റം, അതവിടെ നിന്നോട്ടെ. അതിപ്പോ എല്ലാറ്റിലും ഇല്ലേ? അതിപ്പോ നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങളുടെ സമുദായത്തിലുണ്ട്. അതൊന്നും അവർ കാണില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് നോക്കൂ, തങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവര് ജനിച്ചവരൊക്കെ തങ്ങൾമാരാണ്. അതിപ്പോ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ദോഷം എന്നപ്പോ അവര് പറയണമെങ്കിൽ അവിടെ ഇല്ലല്ലോ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തില് കാത്തലിക്കിൽ ജനിച്ചവനൊക്കെ കാത്തലിക്കനാണ്, ആണോ? ലാറ്റിനിൽ ജനിച്ചവൻ ലാറ്റിനാണ്, മാർത്തോമയിൽ ജനിച്ചവൻ മാർത്തോമക്കാരനാണ്. അപ്പൊ അവരും ജാതീയത പിന്തുടരുന്നുണ്ട്. ഒരു മാർത്തോമക്കാരൻ ഒരിക്കലും കാത്തലിക്കായിട്ട് മാറുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ അവരുടെ ഒന്നും ഇവർ കാണുന്നില്ല. വെറുതെ ഹിന്ദുക്കളുടെ മേക്കെട്ട് കയറുക. ഹിന്ദുക്കളുടെ മേക്കെട്ട് കയറലാണ്. അത് കുറെ പൊട്ടന്മാർ ഹിന്ദുക്കളുണ്ട്, വിവരമില്ലാതെ, നമ്മളെപ്പോലുള്ളവര്. തിരിച്ചു പറയാൻ അറിയില്ല. അവരൊക്കെ നല്ല സംഘടിതരായതുകൊണ്ട് നല്ല മറുപടി പറഞ്ഞു കൊടുക്കും. നമുക്കൊന്നും പറയാൻ അറിയാത്തതുകൊണ്ടൊക്കെ വായി മുഴുകി കേട്ട് ഇപ്പത്തതൊക്കെ ശരിയാണെന്ന് കരുതി. അങ്ങനെയൊക്കെ ആണോ അല്ലേ? പറയൂ നിങ്ങൾ. ഇതിന് മാറ്റം വരണമെങ്കിൽ നമുക്ക് അറിവുണ്ടാവണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ബാഹ്യമായ ജാതീയതയെക്കുറിച്ചല്ല നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു തരുന്നത്. മാനസികമായ അഭ്യുന്നതിയെക്കുറിച്ചാണ്. കാരണം നമ്മളാരും, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉൾക്കൊള്ളണേ. 2 മന്ത്രങ്ങൾ നിങ്ങളെപ്പോഴും കൊണ്ടു നടന്നോളാം. നിങ്ങളാരാണ് എന്ന് നിങ്ങളെപ്പോഴും നിങ്ങളോട് ചോദിച്ചോളണം. നിങ്ങളാരാണ്? ഉടനെ ഉത്തരം പറയണം, തത്വമസി അഹം തത്. ഞാൻ അനന്തബോധത്തിന്റെ ഒരു അംശമാണ്. ഗീതയിലെ 15-ാം അധ്യായത്തിലെ ഈ ശ്ലോകം എപ്പോഴും ഓർത്തു വയ്ക്കുക. ഹൂവാമായി, ഞാനാരാണ്? ഈ കാര്യം നമ്മളെപ്പോഴും ഉറപ്പിച്ചു വയ്ക്കുക. വിഷമങ്ങൾ വരുമ്പോഴും, വേദനകൾ വരുമ്പോഴും, ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും, പ്രയാസങ്ങൾ വരുമ്പോഴും ഞാനാരാണ്, ഹൂവാമായി എന്നതിന്റെ ഉത്തരം നമ്മളിൽ ഉറപ്പിച്ചു വെക്കേണ്ടത് ഗീതയിൽ 15-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും. 7-ാമത് ശ്ലോകത്തിൽ മമൈവ അംശോ ജീവലോകേ. 7ആണോ 8ആണോ? 7 മമൈവ അംശോ ജീവലോകേ. ഞാൻ ആരാണ്? ഞാൻ ഭഗവാന്റെ ആരാണ്? അംശമാണ്. ഭഗവാന്റെ അംശമാണ്. ആരാണ്? അനന്തബോധമായ ഭഗവാന്റെ അംശമാണ്. എപ്പോഴും ആ ബോധം വേണം. തത് ത്വം അസി. ആ അനന്തബോധമാകുന്ന തത് അതിന്റെ ഒരു അംശമാണ്. ഈ അംശമായ എന്റെ ജോലി എന്താണ്? എന്റെ ജോലി? ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേരലാണ്, എത്തിച്ചേരലാണ്. എന്നെ ഞാൻ ആർക്ക് സമർപ്പിക്കണം? ഭഗവാനിൽ സമർപ്പിക്കണം. ഇതാണ് എന്റെ ജീവിതം. അവസാനം ആരായിത്തീരണം? അഹം ബ്രഹ്മാസ്മി. ആരായിത്തീരണം? അഹം ബ്രഹ്മാസ്മി. ഈ ഒരു ബോധം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, വൈശ്യനുമല്ല, ശൂദ്രനുമല്ല, ആണുമല്ല. ഇതൊക്കെ വ്യവഹാരത്തിലാണ്. വ്യവഹാരത്തിൽ ഇതൊക്കെ നടന്നോട്ടെ. ഇപ്പൊ കഥാപാത്രങ്ങൾ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ പല റോളുകൾ അഭിനയിക്കും, അല്ലേ? ഉണ്ടോ? ഇതൊന്നും മിണ്ടാത്ത നിങ്ങള്. റോളുകൾ അഭിനയിക്കും. ആ റോളുകൾ അഭിനയിക്കുന്നത് ആ വേഷത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരതാണോ? ഒരു ആണ് തന്നെ നോക്കും നിങ്ങൾ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം ജോലി സ്ഥലത്ത് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യയുടെ മുന്നിലോ യൂണിഫോം ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഭാര്യ സല്യൂട്ട് അടിക്കുവോ? ഇല്ല. ഭാര്യയെ സംബന്ധിച്ചത് തന്റെ ഭർത്താവാണ്. മക്കളെ സംബന്ധിച്ചോ അച്ഛനോ അല്ലെങ്കിൽ അച്ഛനായിട്ട് കാണും, അച്ഛൻ വിചാരിക്കുക. അതുപോലെ അദ്ദേഹത്തിന്റെ സിസ്റ്ററെ സംബന്ധിച്ച് ബ്രദറാണ്, അല്ലേ? റിലേഷൻഷിപ്പൊക്കെ ഇങ്ങനെ ഒരാളെ തന്നെ പലരും പല രീതിയിൽ കാണുന്ന പോലെ നമ്മൾ വ്യവഹാരത്തിൽ നമുക്ക് പല വേഷങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ആ വേഷങ്ങൾ അവിടെ ഇരുന്നോട്ടെ. ബ്രാഹ്മണനോ ക്ഷത്രിയനോ എന്തോ ആരെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ ആരാണ്? അഹം ബ്രഹ്മാസ്മി. ഞാൻ തത്വമസി. ഞാൻ ആ അനന്തബോധത്തിന്റെ ഒരംശമാണ്. ഞാൻ അവസാനം ആ അനന്തബോധമായി മാറേണ്ട ഒരാള്. ഇതല്ലേ സത്യം? ഇതാണോ സത്യം? ഇതിലേക്കല്ലേ നമ്മൾ ഉയരേണ്ടത്? ഇതല്ലേ ഹിന്ദുവിനെ ഉണർത്തേണ്ടത്? എന്നിട്ട് പറഞ്ഞ് തമ്മിൽ തെറ്റി കലഹിപ്പിച്ച് എന്തൊരു ക്ഷുദ്ര ജീവികളാണ് നോക്കൂ നമ്മുടെ ചുറ്റുമുള്ളത്. അതൊന്നൊക്കെ ഒന്ന് പുറത്ത് കടക്കണ്ടേ? നമ്മൾ ഇത് പ്രചരിപ്പിച്ചെടുക്കണം. കാരണം കുറേ ആളുകൾക്ക്, ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ, പാവം ബ്ലൈൻഡ് പൊളിറ്റിക്സിലേക്ക് അവരെ മനസ്സ് കൊണ്ടുപോയി എല്ലാം കേടുവരുത്തിയിരിക്കുന്ന പാവം ഹിന്ദുവിന്റെ മനസ്സാണ്. അപ്പൊ അവരെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്
ഈ ഇത്രയും കാലം നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ജാതിയുണ്ട്, 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 ജാതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെ ക്രമേണ ഈ ഒരു റൂട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ഇത് പ്രചാരമാണ്. നമ്മൾ അറിവുണ്ടാവണം. അറിവിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചെടുത്ത് ഈ തെറ്റിദ്ധാരണകളൊക്കെ ക്രമേണ മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ കണ്ടു, നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ മകൻ സനാതന ധർമ്മത്തെയൊക്കെ വളരെ മോശമായിട്ടൊക്കെ അവഹേളിക്കുന്ന രൂപത്തിലൊക്കെ അദ്ദേഹം പ്രസംഗങ്ങളൊക്കെ അടിച്ചത് ഉണ്ടോ? അതൊക്കെ ഈ ബ്രാഹ്മണ മേധാവിത്വമാണ് ഇതിന്റെ പിന്നിലുള്ളതൊക്കെയുള്ള വലിയ തെറ്റായിട്ടുള്ള ചിന്തകളാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ കൃതികളൊക്കെ എഴുതിയിരിക്കുന്ന ആളുകളൊക്കെ വ്യാസഭഗവാൻ എടുത്തു നോക്കിയാൽ, വാത്മീകി മഹർഷി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അനവധി 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 മഹാന്മാരെന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും അവതാര പുരുഷന്മാരായ കൃഷ്ണൻ ബ്രാഹ്മണനാണോ? അവതാര പുരുഷനായ രാമൻ ബ്രാഹ്മണനാണോ? ആണോ? ഇവരാരും ബ്രാഹ്മണനായിട്ട് ജനിച്ചവരല്ല. ഇവരൊക്കെ ഇവിടെ പല വർണ്ണങ്ങളിലോ ജാതികളിലൊക്കെ ജനിച്ച്, പക്ഷെ അവരൊക്കെ ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കടന്നു. അങ്ങനെ മനുഷ്യന് ഇനിയും വികസിക്കാൻ സാധിക്കും. പരിണാമമുണ്ട്, ആ ഉയർച്ചയുണ്ട്. അതിലേക്ക് ഉയരാനല്ലേ നമ്മളെ പരിശീലിപ്പിക്കേണ്ടത്? ആണോ? നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ഉയരണം, നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും. ഇത് വല്ലതും പറഞ്ഞു കൊടുക്കണ്ടോ? അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതിനൊക്കെ അവഹേളിക്കും. നിൽക്കട്ടെ. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞത് കാരണം ഇതെല്ലാം തെറ്റായ ഒരു പ്രചരണം നമ്മുടെ ചുറ്റുപാടുള്ളതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്രകാരം ഈ ഒരു ഭാഗവും പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഉപസംഹരിപ്പിക്കാം.